ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. തൊണ്ടയ്ക്ക് നല്ല വേദനയായിരുന്നു, ചുമയും ഉണ്ടായിരുന്നു. വോയിസ് റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഗുളികയൊക്കെ കഴിച്ചതിൽ കുറച്ച് മാറ്റമുണ്ട്. എല്ലാവരും ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയമല്ലേ. ഇന്ന് എന്തൊക്കെയാണ് എല്ലാവരും ഉച്ചയ്ക്ക് കറി വെച്ചത്? എല്ലാവരും ഒന്ന് കമൻസ് ഇടണേ, എന്തൊക്കെയായിരുന്നു കറികളെന്നുള്ളത്. ഞാനിന്ന് ഉണ്ടാക്കിയത് ചക്കപ്പൂഞ്ഞും ചക്കക്കുരും കൂടെ തോരൻ. ചക്കപ്പൂഞ്ഞും ചക്കക്കുരും കൂടെ തോരൻ എന്ന് കേൾക്കുമ്പം കൊല്ലം ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം, അല്ലാത്ത ജില്ലക്കാർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചക്കപ്പൂഞ്ഞ് കഴിഞ്ഞ ദിവസം ഞാൻ ചക്ക അവിയൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് ആ ചക്കപ്പൂഞ്ഞ് എടുത്തിട്ട് ചക്കക്കുരു, ഉള്ളി, തേങ്ങ അരിഞ്ഞിട്ടിട്ട് ഇറച്ചി മസാലയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു തോരനാണ് ചക്കപ്പൂഞ്ഞും ചക്കക്കുരും കൂടെ തോരൻ എന്ന് പറയും. നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഒരിക്കൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ തന്നെ. ചക്കപ്പൂഞ്ഞും ചക്കക്കുരും തോരൻ ഉണ്ടാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇനി ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഇടാം. നല്ല രുചിയുള്ള ഒരു തോരനാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ടില്ലാത്തവർ കേട്ടോ. പിന്നെന്താ ഉണ്ടാക്കിയത്? കൊഞ്ചും മാങ്ങയും കൂടെ കറി. കൊഞ്ച് അന്ന് കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇഷ്ടംപോലെ കടലും കായലും ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് എല്ലാ തരം ഉണക്കമീനും അവിടെ ഉണ്ടായിരുന്നു. കൊഞ്ചും കാരലും എല്ലാം ഉണങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് കൊഞ്ച്. അതും മാങ്ങയും കൂടി ഇട്ട് കറി വെച്ചതാണ്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഈ കൊഞ്ചും മാങ്ങയും കൂടെ കറി വെക്കുന്നത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു കാര്യം ഓർമ്മ വരാറുണ്ട്. ഈ അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നോൺ വെജ് കഴിച്ചിട്ട് പോകാറില്ലല്ലോ. അതുപോലെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് നോൺ വെജ് നമ്മളങ്ങനെ പറയാറുമില്ല. പക്ഷേ എല്ലാ ഉത്സവത്തിനും കൊഞ്ചും മാങ്ങയും കറി വെക്കുന്ന ഒരു അമ്പലമുണ്ട് കേരളത്തിൽ, ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം. അവിടെ ഉത്സവത്തിന് കൊഞ്ചും മാങ്ങയും എല്ലാ വീട്ടിലും, നോൺ വെജ് വെക്കുന്ന എല്ലാ വീട്ടുകളിലും വെക്കും. അതവിടുത്തെ ഒരു എല്ലാ ഉത്സവത്തിനും അത് അവിടെ ഒരു സദ്യയുടെ കൂടെ കൊഞ്ചും മാങ്ങയും വിളമ്പണമെന്നുള്ളതൊരു ചിട്ടയാണ്. എന്താ കാര്യമെന്ന് വെച്ചാൽ അവിടെ എന്തോ ദേവിയുടെ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഒരിക്കൽ ഇതിന് രണ്ട് മൂന്ന് ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം പറയാം. ഒരിക്കൽ ദേവിയുടെ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഓടി എഴുന്നള്ളത്ത് കാണാനായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ഒരമ്മ അവരുടെ വീട്ടിൽ കൊഞ്ചും മാങ്ങയും കറി വെച്ച് അടുപ്പിൽ വെച്ചേക്കുമ്പോഴാണ് ഈ എഴുന്നള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അപ്പോഴമ്മ ഓടി എഴുന്നള്ളത്ത് കാണാൻ വന്ന് നിൽക്കുക. അപ്പോഴെല്ലാം അമ്മയുടെ മനസ്സിൽ എൻ്റെ കൊഞ്ചും മാങ്ങയും അടുപ്പത്തിരുന്ന് കരിഞ്ഞു പോകുമോ എന്നായിരുന്നെന്നും. അങ്ങനെ എഴുന്നള്ളത്ത് പോയതിന് ശേഷം അമ്മ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അത് അടുപ്പിൽ നിന്ന് ആ ചട്ടി വാങ്ങി മാറ്റി വെച്ചിട്ടുണ്ട്, കരിയാതെ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു ഐതിഹ്യം. പിന്നെ ഒരിക്കൽ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് ഏതോ ഒരു വീട്ടിൽ കൊഞ്ചും മാങ്ങയും വെക്കുന്ന മണം അടിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്കിന് ദേവിയുടെ എഴുന്നള്ളത്ത് കുറേ നേരം അവിടെ നിന്നുമുണ്ട്. അങ്ങനെ ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയത്തില്ല സത്യമാണോന്ന്, ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളാണ് പറഞ്ഞത്. ചെട്ടികുളങ്ങര ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ കേൾക്കുവാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾ കമൻസ് ഇടണം. അതുപോലെ സത്യം ഉണ്ടെങ്കിലും കമൻസ് ഇടണം കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും അവിടെ ഉത്സവത്തിന് എല്ലാ വീട്ടിലും കൊഞ്ചും മാങ്ങയും കറി വെക്കും. അതുപോലെ തന്നെ ഉത്സവ സമയമാകുമ്പോൾ ഇഷ്ടംപോലെ കൊഞ്ച് വന്ന് എല്ലാ കടകളിലും വഴിയോരത്തും കൊഞ്ചും മാങ്ങയും ഇഷ്ടം പോലെ വരികയും ചെയ്യും. അത് പല തരത്തിലുള്ള കൊഞ്ചാണ്, വലുത്, ചെറുത്, പൊടിക്കൊഞ്ച്, എന്താ അത് എനിക്കറിഞ്ഞൂടെ, ഇഷ്ടം പോലെ വരികയും ചെയ്യും. അതുപോലെ അവരുടെ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ സദ്യയോടൊപ്പം കൊഞ്ചും മാങ്ങയും കറി വെച്ചത് വിളമ്പുകയും ചെയ്യും. അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവർ പറഞ്ഞ് തന്നിട്ടുള്ളത് കൊണ്ട്, ഇങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാം വെക്കും, നല്ല ടേസ്റ്റാണ്. കൊഞ്ചും മാങ്ങയും മുരിങ്ങക്കായും കൂടെ ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ തേങ്ങ വറുത്തരച്ചും വെക്കും. പക്ഷെ അന്നേരം മാങ്ങ ഇടത്തില്ല, പച്ച അരച്ച് വെക്കുമ്പോൾ മാത്രമേ മാങ്ങ ഇട്ട് വെക്കാം. പിന്നെ കൊഞ്ച് എല്ലാവർക്കും പിടിക്കത്തില്ല, ചിലർക്കൊക്കെ ഗ്യാസ് പ്രശ്നമുണ്ട്, വയറിന് ചിലർ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യും, കൊഞ്ചിൻ്റെ അലർജി ഉള്ളവർ. അങ്ങനെയുള്ളവർക്ക് കൊഞ്ച് കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ കൊഞ്ച് കഴിച്ചിട്ട് കുഴപ്പമില്ല. ചിലർക്കൊന്നും അലർജിയുടെ പ്രശ്നമുള്ളവർ കഴിക്കത്തില്ല, അവർക്ക് ഈ കൊഞ്ചും കക്കായും ഒന്നും ശരിയാകത്തില്ല.
അങ്ങനെ കൊഞ്ചും മാങ്ങയായിരുന്നു. പിന്നെ രസം ഉണ്ടാക്കി. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ കറികൾ. പിന്നെ പ്രത്യേകിച്ച് വേറെ വലിയ വിശേഷങ്ങളൊന്നുമില്ല. നല്ല ചൂടാണ്. ഒരുപാട് വെള്ളം എല്ലാവരും കുടിക്കണം. ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു 5-5:30 മണി വരെ നല്ല ചൂടാണ്. പിന്നെ ഒരു വെള്ളം ജ്യൂസ് പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ വെള്ളമൊക്കെ കുടിച്ച് വേണം നമ്മൾ ഇതിനെ അതിജീവിക്കാൻ. അല്ലാതെ ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് വെയിലത്ത് അധികം പോകാതെ ആ സമയത്ത് കുറച്ച് അധികം വെയിൽ കൊള്ളാതെ ഇരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാൻ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല. ഇനി എന്തെങ്കിലും നാളെ ആവട്ടെ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ പറയാം, വിശേഷങ്ങളുമായിട്ട് വരാം. ഇന്ന് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലാത്തത് കൊണ്ടും ഒരുപാട് സംസാരിക്കാനും വയ്യ. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ.